1930 നടന്നയൊരു സംഭവമാണ്. അടുത്തടുത്ത ഗ്രാമങ്ങളിലെ രണ്ട് സ്കൂളുകൾ തമ്മിൽ അതിശക്തിയേറിയ ബാസ്കറ്റ്ബോൾ മത്സരം നടക്കുകയാണ്. ഒരു സ്കൂളിലെ കുട്ടികൾ വളരെ ദയനീയമായ ഒരു തോൽവിയാണ് അന്ന് ഏറ്റുവാങ്ങിയത്. അത് കണ്ടുനിന്ന പലരുടെയും ഹൃദയം തകർന്നുപോയി. ആ ഗ്രാമത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ഈ കുട്ടികളുടെ അടുത്തേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, അടുത്ത കളിയിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ഫോർഡിൻ്റെ കാറുകൾ സമ്മാനമായി ഞാൻ നൽകും. ആ കുട്ടികളുടെ ജീവിതം മാറി മറിയുന്ന ഒരു വലിയ സമ്മാനത്തിൻ്റെ ഓഫറായിരുന്നു ആ ധനികനായ വ്യക്തി നൽകിയത്. കുട്ടികൾ ആർത്തുല്ലസിച്ചുകൊണ്ട് ഭവനങ്ങളിൽ പോയി. അവർ അന്നു മുതൽ കിടക്കുവാൻ പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴുമൊക്കെ ഒരേ ചിന്ത മാത്രം ചിന്തിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾക്കൊരു ഫോർഡ് കാറ് സമ്മാനമായി കിട്ടും, ഞങ്ങളെ തോൽപ്പിച്ചവരുടെ ഇടയിലൂടെ ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം മുഴുവനും ചുറ്റും ജയിക്കും ജയിക്കും എന്നുള്ള ഏക ചിന്തയോടുകൂടെ അവർ 7 ദിവസം വളരെ സന്തോഷത്തോടുകൂടെ തള്ളിനീക്കി. 7ാമത്തെ ദിവസം എത്തിച്ചേർന്നു. ആർക്കും തകർക്കുവാൻ പറ്റാത്ത ആത്മവിശ്വാസം കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് ആർത്തുകൊണ്ട് കളിക്കുവാനിറങ്ങി. പക്ഷേ അന്ന് അവർക്ക് നേരിടേണ്ട വന്ന തോൽവി എന്ന് പറയുന്നത് അതിദയനീയമായിരുന്നു. അവരുടെ എതിരാളികൾ 38 പ്രാവശ്യം പന്ത് ബാസ്കറ്റിലിട്ടപ്പോൾ അവർക്ക് ഒരു പ്രാവശ്യം പോലും പന്ത് ബാസ്കറ്റിലിടുവാൻ സാധ്യമായില്ല. എന്താണ് സംഭവിച്ചെന്നറിയാമോ? അവർ 7 ദിവസവും മനക്കോട്ടകൾ നെയ്തുകൊണ്ട് സ്വപ്നങ്ങൾ കാണുക മാത്രമായിരുന്നു. ഒരിക്കൽ പോലും അവർ കളിക്കളത്തിൽ ഇറങ്ങി പരിശീലിക്കുവാൻ തയ്യാറായില്ല. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളെയും വൈകാരികമായി നാം നേരിട്ടാൽ നമുക്കൊരിക്കലും വിജയവും ഒരു പര്യസമാപ്തിയും ലഭ്യമാവുകയില്ല. നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ സ്വപ്നം മാത്രം പോരാ, കഠിനാധ്വാനവും ആവശ്യമാണ്. നമ്മുടെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമ്മുടെ മുൻപിൽ ഒരു ശത്രു ഉണ്ടെങ്കിൽ, ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമായി തീരുമെന്ന് മാനസികമായി ചിന്തിച്ചുകൊണ്ട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയാൽ മാത്രം പോരാ. എന്നാൽ അതുപോലെ തന്നെ നാം കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് വലിയൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിലും ഏറെ കഠിനാധ്വാനം ആവശ്യമാണ്. ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുമ്പോൾ നാം ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൽകേണ്ടതായിട്ടുണ്ട്. ചിലർ വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്, തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്, മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്നവരാണ്, ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് വലിയ പരാജയം തന്നെയായിരിക്കും. വൈകാരികമായ തീരുമാനങ്ങളും എടുത്തുചാട്ടങ്ങളും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കഠിനാധ്വാനമാണ്, ഡെഡിക്കേഷനാണ്, അർപ്പണബോധം തന്നെയാണ്.